ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കിടിലൻ ഐറ്റമാണ്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായ ഒരു ഐറ്റമാണിത്. അതിനായിട്ട് നമുക്ക് വീഡിയോ തന്നെ ഫസ്റ്റ് കിടക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇലയാണ്, ഈ ഒരു ഇല എല്ലാവരുടെ വീട്ടിലുള്ളൊരു ഇലയാണിത്. ഈ ഒരു ഇലയും പയറും കോവക്ക പിന്നെ ഒരു ഉള്ളി കാന്താരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇലൻ്റെ പേര് എനിക്കറിയില്ല, എന്താണെന്നുള്ളത് എല്ലാവരും അറിയുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു ഇല നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പയർ എല്ലാവർക്കും അറിയുന്നതാണ്. പയർ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ കോവയ്ക്കയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച കോവയ്ക്കയാണ്. പിന്നെ ഒരു ഉള്ളി കാന്താരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ വറവാക്കുന്നതിൽ ഏറ്റവും ബെറ്റർ. പിന്നെ ടേസ്റ്റിലും ബെറ്ററാണ്, ഹെൽത്തിലും ബെറ്ററാണ്. നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ വറവ് എന്നാണ് പറയാറ് കണ്ണൂർക്കാർ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിലേക്ക്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി നമ്മൾ ഫ്ലെയിം ചെറുതായി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഇങ്ങനെ ചാൻസ് ഉണ്ട് കാന്താരി. പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇലയാണ്. ഈ ഇല നമുക്ക് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇലേൻ്റെ ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് ഇടാൻ പാടുള്ളൂ. അതായത് നമ്മൾ കോവക്ക നമ്മൾ ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പയറിട്ട് കൊടുക്കുന്നുണ്ട്. പയറിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് മതി കേട്ടോ വെള്ളം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂണോളം മതി മഞ്ഞൾപ്പൊടി. ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. നല്ലപോലെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ വറവ് ഇടാൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു വറവാണ്. നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് സെറ്റാക്കിയാൽ മതി. നമ്മൾ അധികം നല്ല പോലെ നമ്മൾ വറവൊക്കെ ആക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണമൊക്കെ കിട്ടണമെങ്കിൽ നല്ല പോലെ ഒന്ന് വാടാൻ പാടില്ല, നല്ല പോലെ വേകാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇതാണ് നമ്മൾ വറവൊക്കെ ഇടാൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയോ ഹെൽത്തി ആയൊരു വറവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.